നമുക്ക് ഒരു വാർത്തയിലേക്ക് പോകാം. തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ കണ്ണൂരിൽ വീണ്ടും പി ജയരാജന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ. അഴീക്കോട് മണ്ഡലത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPM-ൽ നേതൃമാറ്റം ആവശ്യപ്പെട്ട് കണ്ണൂരിൽ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഉയർന്നിരുന്നു. അർജുൻ കല്യാട് എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. അർജുൻ കല്യാട്, എന്താണ് ഫ്ലെക്സുകളുടെ കൂട്ട നിരയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ഒരു തോൽവി നേതൃമാറ്റത്തിലും വേണം എന്നുള്ള അണികളുടെ ആഗ്രഹമാണോ ഈ പോസ്റ്ററുകൾ നിറയുന്നത്? ഈ പോരാളി ഷാജി അടക്കം സോഷ്യൽ മീഡിയയിലും സജീവമായ ചർച്ചകൾ ഉയർത്തുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? പോസ്റ്ററുകൾ ആര് വെച്ചതാണെന്നാണ് അറിയുന്നത്? ഡോക്ടർ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ജില്ലയിലെ പല മേഖലയിലും ഇത്തരത്തിൽ പി ജയരാജനെയും അതുപോലെ തന്നെ നേതൃമാറ്റവും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ പലയിടങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അഴീക്കോട് കാപ്പിലെ പീടിക ജംഗ്ഷനിലാണ് പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആ ഫ്ലക്സിലെ വാചകങ്ങൾ നമുക്ക് കൃത്യമായി പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ. അതായത് പി ജയരാജനെ കഴിഞ്ഞതിന് തൊട്ടു മുന്നിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തെ മാത്രം, അതായത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് മാറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ബാക്കി എല്ലാ ജില്ലാ സെക്രട്ടറിമാരെയും തിരിച്ച് ജില്ലാ സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ പി ജയരാജനെ ആ ഘട്ടത്തിലും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല. ആ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായതാണ്. PJ ആർമി വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചരണങ്ങൾ നടത്തിയതാണ്. അതിനുശേഷം വ്യക്തിപൂജ വിവാദം ഉൾപ്പെടെ വന്നപ്പോൾ പി ജയരാജന് പാർട്ടി ഘടകങ്ങളിൽ അല്ലെങ്കിൽ പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിലൊക്കെ താക്കീത് നൽകുന്ന സമീപനങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ പാർട്ടിയെ കൃത്യമായി നയിക്കുന്ന ഒരു നേതാവ് എന്ന രീതിയിൽ പി ജയരാജൻ എന്തിനാണ് ഇത്തരത്തിൽ അവഗണിക്കുന്നത്? അണികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വികാരം കണക്കിലെടുക്കാൻ വേണ്ടി പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക്, സംസ്ഥാന നേതാക്കൾക്ക് സാധിക്കുന്നില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉയർന്നതാണ്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുന്ന CPM-നെ സംബന്ധിച്ച്, LDF-നെ സംബന്ധിച്ച് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നും ഒരു മാറ്റം ഉണ്ടാവണം. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനെതിരെ പോലും ഇന്നലെ ധർമ്മശാലയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു നേതൃമാറ്റം അനിവാര്യമാണ് എന്നുള്ളൊരു കാര്യം CPM-ന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും അണികളുടെയും ഭാഗം പോസ്റ്ററുകളായി, സാമൂഹ്യ മാധ്യമ പോസ്റ്ററുകളായും പ്രതികരണങ്ങളും ഒക്കെയായി ഇപ്പോൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ പരസ്യമായി ഇത്തരം പോസ്റ്ററുകളും ഇത്തരം പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും CPM-നകത്ത് ഈ തെരഞ്ഞെടുപ്പ് തോൽവി വഴിവെച്ചിരിക്കുന്നത് ഒരു ആഭ്യന്തര കലഹത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്കകത്തും ഇത്തരം ചർച്ചകളൊക്കെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത് കേവലം അണികളുടെ മാത്രം ഒരു പ്രതികരണമായി കാണാൻ വേണ്ടി കഴിയില്ല, അല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ചെയ്യുന്ന ഒരു കാര്യമായി ഇതിനെ കാണാൻ വേണ്ടി കഴിയില്ല, മാത്രമായി ഇതിനെ കാണാൻ വേണ്ടി കഴിയില്ല. സ്വാഭാവികമായും പാർട്ടി ഘടകങ്ങളിൽ, അത് ലോക്കൽ കമ്മിറ്റികളായിക്കോട്ടെ, ഏരിയ കമ്മിറ്റികളായിക്കോട്ടെ, ജില്ലാ കമ്മിറ്റികൾ, അത്തരം കീഴ്ഘടകങ്ങൾ മുതൽ മുകൾ ഘടകങ്ങൾ വരെയുള്ള കമ്മിറ്റികളിലും ഇതിന്റെ അനുരണനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും പി ജയരാജനെ അനുകൂലിച്ചുകൊണ്ടാണ് അഴീക്കോട് കാപ്പിലെ പീടിക ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു ബാനർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പലയിടങ്ങളിലും നേതൃമാറ്റം ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഡോക്ടർ, പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഇപ്പോൾ പോസ്റ്ററുകളിലെ തലവാചകങ്ങൾ. പക്ഷെ ഒരു വ്യക്തി വന്നതുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതല്ലല്ലോ. അത് പാർട്ടി അഴിച്ചുപണി നടത്തുക, പാർട്ടിക്കുള്ളിലെ ആശയങ്ങൾ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുക, പ്രവർത്തന രീതി മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുക, മുന്നണി എന്ന സംവിധാനം കൂടുതൽ ജനാധിപത്യപരവും സുതാര്യവുമായി പെരുമാറുക, ഇതൊക്കെയാണ് അതിൽ ഇനിയിപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ പാർട്ടി ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്യും. അതിനിടയിലാണ് ഇങ്ങനെ ചില പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത്.